നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ സ്നേഹത്തിലേക്ക് അടിയനിതാ ഈ അടിയങ്ങളുടെ യാചനകൾ, ഈ അടിയങ്ങളുടെ കരുതലാണ്. രണ്ട് കരങ്ങൾ യാചനാപുറം പിടിച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈശോയെ വിളിക്കാം. ഈശോയേ, കരുണ തോന്നണ കർത്താവേ, അങ്ങയുടെ അലിവ് തോന്നണ കർത്താവേ, ഞങ്ങളോട് മനസ്സലിവുണ്ടാകണ കർത്താവേ. അജപാലക, അജഗണത്തെ കൈവിടാത്ത ദൈവമേ, അങ്ങയുടെ കരുണ ചൊരിയണം. യേശുവേ, യേശുവേ, യേശുവേ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അജപാലകനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, കരുണയുടെ ദൈവമേ, കരുണ ചൊരിയുന്ന ദൈവമേ, ഞങ്ങളെ കൈവിടാത്ത ദൈവമേ, അങ്ങയുടെ കരുണ ചൊരിയണ കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. അടിയങ്ങളുടെ യാചന കേൾക്കണമേ, അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അടിയങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണ തന്നെയായ ദിവ്യകാരുണ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ എന്നോട് തന്നെയാണ് കരുണ കാണിക്കുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ആത്മജ്വാല എന്ന ശുശ്രൂഷയിൽ ഓരോ ദിവസവും ആഴത്തിൽ അനുഭവത്തോടെ പ്രാർത്ഥനയോടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെ ദിവ്യകാരുണ്യ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അജപാലകനായ യേശു ക്രിസ്തു അജഗണത്തെ നോക്കുന്നത് കരുണയോടെയാണ്. അജപാലകൻ്റെ കാരുണ്യം അനുഭവിച്ച ജനതയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അജപാലകനായ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ 5 മുഖങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമ്മിലും നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഈ അജപാലകനായ ക്രിസ്തുവിൻ്റെ അജഗണത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിപ്പിച്ചുറപ്പിച്ചാൽ അതായിരിക്കും നാളെയിലെ നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ അത് തന്നെയായിരിക്കും. അതുകൊണ്ട് ക്രിസ്തു നമ്മിൽ രൂപം കൊള്ളുമ്പോൾ ഈ അജപാലകൻ്റെ ഈ 5 ഗുണങ്ങൾ നമുക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ അജപാലന ദൗത്യത്തിൽ പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന യേശുവിൻ്റെ കരുണ നിറഞ്ഞ മുഖങ്ങളുണ്ട്.
ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ മനസ്സലിവാണ്. അജഗണത്തെ കാണുമ്പോൾ യേശുവിനുണ്ടായിരുന്ന ഒരു മനസ്സലിവുണ്ട്. ഇന്നിൽ ഈ ലോകത്തിലെ പല ജീവിതങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനോഭാവമാണ് മനസ്സലിവ്. വേദനിക്കുന്നവൻ്റെ വേദനകളോട് ചേർന്ന് നിൽക്കാൻ, രോഗികളെ പരിഗണിക്കാനുള്ളൊരു മനസ്സലിവ് പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്താണ് മനസ്സലിവെന്നത്? അപരൻ്റെ ദയനീയ അവസ്ഥ കാണുമ്പോൾ അവനോട് മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് മനസ്സലിവ്. യേശു പോകുന്ന വഴികളിൽ അവന് പോകുന്ന വഴികളിലെ വേദനിക്കുന്നവനോടുള്ളൊരു മനസ്സലിവുണ്ടായിരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ദൈവ കരുണ അല്ലെങ്കിൽ ദിവ്യ കാരുണ്യം. ഞാനും നിങ്ങളും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനോടും നിൻ്റെ ആത്മാവിനോടും തോന്നുന്ന ദൈവത്തിൻ്റെ ഒരു മനസ്സലിവുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ദൈവ കരുണ എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മനസ്സലിവാണ്. ദൈവം നമ്മളോട് എപ്പോഴും മനസ്സലിവ് കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ അവൻ ആദ്യം ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടി ചരിത്രങ്ങളിലൂടെ അവനെ കടന്നു കൊണ്ടുപോയിട്ട് അവൻ്റെ ത്യാഗങ്ങൾക്കെല്ലാം ദൈവത്തിനൊരു മനസ്സലിവ് തോന്നിയെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മനസ്സലിവ് നായിമിനിലെ വിധവയുടെ മകനെക്കുറിച്ച് ദൈവത്തിനുണ്ടായി എന്ന് വചനം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ളത് നായിമിലെ വിധവയുടെ മകനെ സുഖപ്പെടുത്തുന്ന ദൈവവചനമാണ്. അവിടെ ഇങ്ങനെ വചനം പറയുന്നുണ്ട്. 7-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. കണ്ടോ, ഒരു വ്യക്തിയെ കണ്ട് അവളുടെ കണ്ണീര് തുറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ മനസ്സലിവുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്കറിയുന്നൊരു മനോഹരമായ വചനമാകുവാണ് നല്ല സമരിയക്കാരൻ്റെ വചനം. നല്ല സമരിയക്കാരൻ ആ വഴിയിൽ കിടക്കുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന യഹൂദനെ കണ്ട് മനസ്സലിവ് തോന്നിയെന്ന വചനം പറയുന്നത്. സ്നേഹമുള്ളവരെ, മനസ്സലിവ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മനസ്സ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്വന്തമാകുന്നതിനെയാണ് ദൈവത്തിൻ്റെ മനസ്സലിവുള്ളവനായിട്ട് മാറുക. അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ മനസ്സലിവ് വേണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നുണ്ട്, ആ പിതാവിന് തിരിച്ചു വന്ന മകനോട് മനസ്സലിവ് തോന്നി. ഞാനും നിങ്ങളും അനുദപിച്ചു വരുമ്പോൾ, നല്ല കൂദാശ സ്വീകരണങ്ങൾ നടത്തുമ്പോൾ ദൈവത്തിന് നമ്മളോട് തോന്നുന്നത് ഇതേ മനസ്സലിവാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഒന്നാമത്തെ കാര്യം മനസ്സലിവാണ്. അജപാലകൻ്റെ ഒന്നാമത്തെ മനോഭാവം മനസ്സലിവാണ്. രണ്ടാമത്തത് ഇറങ്ങി വരിക. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആയിരിക്കേണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങി വരിക. അതാണ് നമുക്കറിയുന്ന സക്കീവൂസിൻ്റെ ജീവിതം. അവൻ ഇരിക്കുന്ന മലമുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് അവൻ ഇറക്കി കൊണ്ടുവരുന്ന ദൈവം എന്തിനു വേണ്ടിയിട്ട്? അവനായിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്താൻ. കാരണം അവൻ്റെ മനസ്സാക്ഷി ചെയ്യേണ്ട കാര്യങ്ങളല്ല അവൻ ചെയ്തത്. അവൻ്റെ അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും ഒരു മരച്ചില്ലകൾക്കിടയിൽ അവൻ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് അവൻ ഇറക്കിക്കൊണ്ടുവരിക. ദൈവാലയങ്ങളുടെ ഇടത്താഴികളിലേക്ക് ദൈവം അവൻ ഇറക്കിക്കൊണ്ടുവരിക. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്, അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കീവൂസ്, നീ വേഗം ഇറങ്ങി വാ. അവനോട് മനസ്സലിവ് തോന്നുമ്പോൾ ദൈവത്തിന് അവൻ്റെ ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഇറങ്ങി വരികയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകൾ, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരണം, ദൈവത്തിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ട് ക്രിസ്തുവിന് സ്വന്തമായിട്ടുള്ളവർ ഇറങ്ങി വന്നവരായിട്ട് മാറണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കർത്താവ് ദൈവത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നത് അജപാലകൻ്റെ ദൗത്യം ചെയ്യാനാണ്. എന്തിന്? ജനത്തെ കൂട്ടിയോജിപ്പിക്കാൻ. ഞാനും നിങ്ങളും പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് എവിടേക്കുള്ള യാത്രയ്ക്കാണ്? നമ്മുടെ പാപത്തിലേക്കുള്ള കയറ്റത്തിലേക്കോ അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കോ നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അതുപോലെ തന്നെ വചനം പറയുന്നുണ്ട്, ഇറങ്ങി വരലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തായി ശ്രീയുടെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യം, യേശു ഗദരയുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാചികളെ കണ്ടു എന്ന് പറയണം. അപ്പോൾ ചില ഇറങ്ങി വരലുകൾ പിശാചികളെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിശാച് നമ്മിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഈ ദൈവത്തിൻ്റെ കരുണ, അജപാലകൻ്റെ മുഖം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തതായി പുറത്തു വരിക എന്നുള്ളൊരു വാക്കാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ലാസറിൻ്റെ ജീവിതത്തിൽ അവൻ മരിച്ചു കിടക്കുന്ന കല്ലറയിൽ നിന്ന് അവനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു.
നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ചീഞ്ഞളിഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരണം. ഈശോ പറയുന്നുണ്ട്, അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റ്, അവനെ സ്വതന്ത്രനാക്ക്, അവൻ കെട്ടിപ്പൂട്ടിയിരിക്കുക. ജീവിതത്തിൽ നമ്മളെ കെട്ടിപ്പൂട്ടിയിരിക്കുന്ന ചില വസ്തുക്കൾ, വ്യക്തികൾ, സമൂഹങ്ങൾ, അവയിൽ നിന്ന് പുറത്തു വരണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നീ ചീഞ്ഞളിയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് യേശുവിനെ കരുണ കാണിക്കുന്ന ആവശ്യം പുറത്തു വരണം. നീ പുറത്തു വരുമ്പോഴാണ് ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാൻ പറ്റുക. മാർക്കോസിൻ്റെ സുവിശേഷം 1:25 യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. കണ്ടോ, പിശാചിനോട് പറയുക, നീ അവനെ വിട്ട് പുറത്തു വരിക. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ആത്മജാല ശുശ്രൂഷപ്പെടുക്കുന്ന ഞാനും നിങ്ങളും കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകളിൽ നിന്ന് പുറത്തു വരണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ കടന്നു വരിക. 4-മത്തതായിട്ട് അനുകമ്പ തോന്നി എന്ന് പറയണേ. കർത്താവിൻ്റെ അജപാലകൻ്റെ ഏറ്റവും വലിയ മുഖം കരുണ തോന്നുന്ന, അനുകമ്പ തോന്നുന്ന ഒരു മുഖമായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-26 പറയുന്നുണ്ട്, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കാരുണ്യം നിനക്ക് ആശ്വാസമാണ്. അനുകമ്പ തോന്നുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുകമ്പ നൽകും. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നി. അപ്പം വർദ്ധിപ്പിച്ച സംഭവമാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന് വചനം തേടി ദാഹിച്ച് പ്രാർത്ഥിച്ചവർക്ക് വിശന്നപ്പോൾ കർത്താവ് പറയാ, 3 ദിവസമായി അവരെൻ്റെ കൂടെ നടക്കുന്നു. ഇതാ 1 മാസമായി, 1 വർഷമായി ഈ കൊറോണ വന്നിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്. സ്നേഹമുള്ളവരെ, അവരോട് ദൈവത്തിന് തോന്നുന്ന ഒരു മനസ്സലിവിൻ്റെ പേരാണ് അനുകമ്പ. അജപാലകൻ നിന്നെ കൈവിട്ടു പോകില്ല. അതുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാൻ ദൈവം കൊടുത്തുവെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിന്റെ അപ്പക്കുട്ടകൾ ഇന്ന് ശൂന്യമാണെങ്കിൽ, നീ അവനോട് കൂടെ നടക്കുകയാണെങ്കിൽ അവന് നിന്നോട് അനുകമ്പ തോന്നി നിന്റെ അപ്പക്കുട്ടകൾ വർദ്ധിപ്പിക്കും. ആ ഒരു മനസ്സ്, ആ ഒരു കൃപ ദൈവം നമ്മോട് കാണിക്കുന്ന നമുക്ക് തിരിച്ചു വേണം. 5-മത്തെ കാര്യം ഇതാണ്, ഭയപ്പെടേണ്ട. ബൈബിളിൽ 365 പ്രാവശ്യം പറഞ്ഞ ഒരു വചനമുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ പേരാണ് ഭയപ്പെടേണ്ട. അതുകൊണ്ട് ബൈബിളിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മളോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുള്ള ദൈവമാണ്. സ്നേഹമുള്ളവരെ, വെള്ളത്തിന് മീതെ നടക്കുമ്പോൾ പത്രോസ് അവൻ്റെ അരികിലേക്ക് നടന്നു വന്നപ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് പറയും, നീ ഭയപ്പെടേണ്ട, നീ എൻ്റെ കൂടെയുള്ളവനാ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ഭയത്തിൻ്റെ ഏകാന്തതകൾ വീഴുമ്പോൾ അജപാലകനായ ദൈവം ജനത്തോട് കരുണ കാണിക്കുന്നത് ഭയത്തിൻ്റെ ഏകാന്തതകളിൽ നീ ധൈര്യത്തോടെ ആയിരിക്കുക, നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു സത്യം. ലൂക്കായുടെ സുവിശേഷം 12-7 നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നമ്മളെല്ലാം വില കൊടുത്ത് ദൈവം വായിച്ചതാണ്. അതുകൊണ്ട് അജപാലകനായ ദൈവം നിന്നോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട മകനെ, മകളെ, നീ എനിക്ക് വിലപ്പെട്ടവളും ബഹുമാനിനുമാണ്. നമുക്കറിയാം, ജോറസിൻ്റെ മകളെക്കുറിച്ച് ആ വ്യക്തിക്ക് ഭയം ഉണ്ടായി. മരണത്തിൻ്റെ വക്കില യേശു അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുകയും മാത്രം നീ ചെയ്യുക, അവൾ എഴുന്നേൽക്കും. അങ്ങനെയാണ് ജോറാസിൻ്റെ പുത്രിയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണുകളടച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 5 മനോഭാവങ്ങളാണ്. ഒന്ന്, നിന്റെ ദൈവത്തിന് ഈ ദിവസം നിന്നോട് മനസ്സലിവുണ്ട്. ദൈവത്തിന് ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് പറയുന്നുള്ളൂ, നീ ഇറങ്ങി വാ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നീ ഇറങ്ങി വാ. 3-മത് ഈശോ പറയുക, പുറത്തു വരിക, നിന്റെ കെട്ടപ്പെട്ട അശുദ്ധമായ ജീവിതം പുറത്തു വരിക. 4-മത്തത്, നിന്നോട് ദൈവം ഈ ദിവസം, ഈ ദിനം അനുകമ്പ തോന്നും. 5-മത്തത്, നീ ഭയപ്പെടേണ്ട. കാര്യങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, ഒത്തിരി ഭയപ്പെട്ട് വേദനിച്ച് സങ്കടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന സകല മക്കളെ ഞാൻ സമർപ്പിക്കും. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമാണെന്ന് നീ അറിയുക. ഈശോയെ, നിന്റെ വലിയ കാരുണ്യം ഈ സമയം ഒഴുക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, നാളെയെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഒന്ന് സ്തുതിച്ച്, ഈശോവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഭയത്തിന്റെ കെട്ടുകൾ ഈ സമയം അഴിക്കണമേ. വചനത്തിന്റെ ശക്തി ഒഴുകണമേ, വചനത്തിന്റെ ശക്തി ഒഴുകണമേ. ലൂക്ക 12:7 അധികാരത്താൽ ഇവരുടെ തലമുടി പോലും എണ്ണപ്പെട്ടതാണ് ദൈവം പറഞ്ഞ ശക്തി. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി സകല മക്കളിലേക്കും ഭയത്തിന്റെ എല്ലാ കെട്ടുകൾ അഴിച്ച് കർത്താവിന്റെ കരുണ ഈ സമയം വന്നിട്ടെ. യേശുവേ, യേശുവേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ
കൺമണി ഞാൻ നിന്റെ കൂടെയില്ലേ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് പാടി. ഭയപ്പെടേണ്ട ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരുന്ന സമയം, അനേകരെ സമയം കർത്താവ് സ്പർശിക്കുന്നുണ്ട്, അനേകരെ കർത്താവ് തൊടുന്നുണ്ട്. അവൻ നിങ്ങളുടെ കൂടെയുള്ള ദൈവമാണ്. നീ വിശ്വസിച്ചേ. സങ്കീർത്തന പുസ്തകം 106:45. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിപ്പിച്ചു. തൻ്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. ദൈവത്തിന് നമ്മളോടുള്ളത് മനസ്സലിവാണ്. നമ്മുടെ ദൈവം അജപാലകനാ, അലിവുള്ള ദൈവമാണ്. നീ എത്ര വലിയ പാപിയായിക്കോട്ടെ, നീ എത്ര ഹൃദയം തകർന്ന വ്യക്തിയായിക്കോട്ടെ, കർത്താവിൻ്റെ കരുണ നിന്റെ കൂടെയുണ്ട്. അത് കരൾ തോറും കുടികൊള്ളുന്നതാണ്. എൻ്റെ ഈ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാ മനസ്സലിവ്. നീ ചെയ്ത തെറ്റുകളുടെ എണ്ണം നോക്കി നിന്നെ ശിക്ഷിക്കുന്നവനല്ല, നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം, നിന്നോട് മനസ്സലിവുള്ള ദൈവം, നിന്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത് ദൈവം. കർത്താവേ, സക്കീവൂസിനെ പോലെ ഇറങ്ങി വരാൻ, ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ. എൻ്റെ ഭവനത്തിൽ നീ വസിക്കാൻ യോഗ്യനല്ല, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വരണം. അതിനുള്ള കൃപ തരണമേ. രണ്ട് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അജപാലകനായ ദൈവം, അജഗണത്തിന്റെ വേദന കാണുന്നവൻ, അജഗണത്തിന്റെ ദുഃഖം കാണുന്നവൻ ഈ സമയം ഇറങ്ങി വരും. മക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇതാ അജപാലകനായ ദൈവം, അജഗണത്തിന്റെ വേദന കാണുന്നവൻ, വിശപ്പറിയുന്ന ദൈവം ഇതാ കടന്നു വരുന്നു. ഈശോയെ, അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് തൊടനെ കർത്താവേ. എല്ലാ മക്കളേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ അജഗണമായി ജനത്തെ കൈവിടാത്ത സ്നേഹം കൊണ്ട് ഹല്ലേലൂയ. അജപാലകൻ, അലിവുള്ളവൻ, ഹൃദയങ്ങളറിയുന്നവൻ, കരുണാമയൻ, കനിവുള്ളവൻ, കരൾ തോറും കുടികൊണ്ടവൻ. അജപാലകൻ, അലിവുള്ളവൻ, ഹൃദയങ്ങളറിയുന്നവൻ, കരുണാമയൻ, കനിവുള്ളവൻ, കരൾ തോറും കുടികൊണ്ടവൻ. മക്കളെ, ഈശോയിലേക്ക് നിങ്ങളെന്ന് നോക്കി. കരുണ മാത്രമുള്ളവൻ, ഒരു സമരിയാക്കാരിക്ക് വേണ്ടി കാത്തിരുന്നവൻ, അവളേക്കാൾ ദാഹമുള്ളവൻ. ദാഹം ഉണ്ടായിട്ടല്ല, അവളുടെ ആത്മാവിനെ കുറിച്ചുള്ളൊരു ദാഹം ഉണ്ടായിരുന്നു ഈശോയ്ക്ക്. ഇന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിന് ദാഹമുണ്ട്. നീ സ്വർഗത്തിലെത്താനുള്ള ദൈവത്തിൻ്റെ ദാഹം, നിത്യജീവൻ സ്വന്തമാക്കാനുള്ള ദൈവത്തിൻ്റെ ദാഹം, അതിനെ വിളിക്കുന്ന പേരാ കരുണ. അതുകൊണ്ട് ഈ അജപാലകന്റെ സ്വന്തമാകണ്ടേ, ഈ അജപാലകന്റെ അജഗണമാകണ്ടേ നമുക്ക്. നമ്മൾ ആരുടെയാ? അജപാലകന്റെ മക്കളാണ്. ലോകത്തിൻ്റെതല്ല, അരൂപികളുടെതല്ല, ദൈവത്തിൻ്റെതാണ്. നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ അരൂപികളിൽ വീണു പോകുന്ന മക്കൾ, ഉത്തരം കൊടുക്കാൻ പോലും നമുക്ക് പലതിനും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോലും പറ്റാത്ത മാതാപിതാക്കളുടെ വേദനയുണ്ട്. കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ, അസ്വസ്ഥതകൾ എല്ലാം നമുക്ക് കൊടുക്കാം. കർത്താവേ, വളർന്നു വരുന്ന തലമുറകളെ അജപാലകനായ ദൈവമേ, അവരോട് അലിവ് തോന്നണമേ. അറിവില്ലായ്മ കൊണ്ട് പലതിനും വീണുപോകുന്ന യൗവനങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അലിവുള്ളവനാണെന്ന് അറിയുന്നു, അവരുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങ് സ്പർശിക്കണമേ. രണ്ട് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഈ ലോകം മുഴുവൻ എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും കർത്താവേ, അങ്ങിൽ നിന്ന് അകന്നുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങയുടെ മനസ്സലിവ് സകല ജീവിതങ്ങളിലേക്കും, സകല കുടുംബങ്ങളിലേക്കും, സകല തലമുറകളിലേക്കും അങ്ങ് വർഷിക്കണമേ.
ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ ശക്തി സകലരുടെ ജീവിതങ്ങളെ സ്വാമി സ്പർശിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തി കൊടുക്കണമേ. അങ്ങയുടെ ശക്തിയുടെ അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അജപാലകൻ അലിവുള്ളവൻ ഹൃദയങ്ങളറിയുന്നവൻ കരുണാമയൻ കനിവുള്ളവൻ കരുൾ തോറും കുടികൊണ്ടവൻ അലയല്ലേ നീ അരികിൽ വരൂ അവൻ നിന്നെ തഴുകിടുമേ. കർത്താവേ, ആശുപത്രി കടക്കിൽ കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. അലിവിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി കേഴുന്ന ഒത്തിരി മക്കൾ. കർത്താവെ, വെന്റിലേറ്ററുകൾ, പലവിധ രോഗങ്ങൾ, ജനിച്ച കാലം മുതൽ മരണക്കിടക്കുകളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒത്തിരി ജീവിതം, തളർന്ന ജീവിതങ്ങൾ, ഒത്തിരി വേദനകളൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. കർത്താവെ, 38 വർഷത്തെ ആ ബെഡ്സീത കുളക്കരയെ, ആ മണ്ണിൻ്റെ വേദനകളെ ഉറുമ്പരിച്ചിട്ടും ആരുമൊന്നും മറച്ചിടാൻ പോലും ആരില്ലാത്ത വേദനകളുമായി കടന്ന 38 വർഷത്തെ രോഗിയോട് നീ കാണിച്ച മനസ്സലിവ്, ഈ കാലഘട്ടങ്ങളിലെ പ്രതീക്ഷകളോടെ രോഗത്തെ കാണുവാൻ, ദൈവം അറിയാതൊന്നും സംഭവിക്കില്ലെന്നൊരു ചിന്തയോടെ കാണാനുള്ള കൃപ. 2 കരങ്ങൾ യാചനപ്പുറം പിടിച്ചു എല്ലാ രോഗികളും നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഒത്തിരി വേദനകൾ, ഒത്തിരി വൈദ്യശാസ്ത്രം കൈവിട്ടവര്, കർത്താവെ, രക്തസ്രാവക്കാരിയെ വൈദ്യശാസ്ത്രം കൈവിട്ടു എന്ന് പറഞ്ഞു, അതുപോലെ കൈവിട്ട ജീവിതങ്ങൾ അങ്ങയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക, അങ്ങയുടെ കാരുണ്യത്തിലേക്ക് ഇറങ്ങി വരിക. പിശാചിന്റെ പീഡകളിൽ കഴിയുന്നവര്, പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്നവര്, മാനസിക രോഗികൾ, അവിടേക്ക് ജീവിതത്തിൽ കടന്നു വരണമേ. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചൊന്ന് സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. പുറത്തു വരിക, യേശു കൽപ്പിച്ചതുപോലെ പുറത്തു, ലാസറേ പുറത്തു വരിക. ഈ കുടുംബങ്ങളിൽ ഇരിക്കുന്ന ചില ജീവിതങ്ങളിലെ ഈ തിന്മയുടെ അരുവികൾ പുറത്തു വരട്ടെ, കെട്ടുകൾ അഴിക്കട്ടെ, സമാധാനം, സന്തോഷം, അത്ഭുതങ്ങൾ നടക്കട്ടെ. കരുണാമയനായ ഈശോ സകലരുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 16:20, ലൂക്കാ 10:19, സക്രിയ 3:2 അധികാര ശക്തിയാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ലാസറോനോട് കൽപ്പിച്ച യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകൾ അഴിഞ്ഞ് സമാധാനം, സന്തോഷം കുടുംബത്തിൽ വരണം. യേശുവേ. അജപാലകൻ അലിവുള്ളവൻ ഹൃദയങ്ങളറിയുന്നവൻ കരുണാമയൻ കനിവുള്ളവൻ കരുൾ തോറും കുടികൊണ്ടവൻ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ കരുണയെ വർഷിക്കണമേ. കർത്താവേ, ഈ നിമിഷം ഞങ്ങളല്ലേ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവിനെ നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, നിന്റെ കരുണയുള്ള കരം ഞങ്ങളിലേക്ക് നീട്ടണമേ. നിന്റെ തിരുനിലാവിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് കർത്താവ് ഞങ്ങളെ വിശദീകരിക്കണമേ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും